എല്ലാവർക്കും നമസ്കാരം. സായിരാം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമ്മള് 60-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നോക്കിയത്. യഥാമൃതി ഗഡോ നാമ കനകേ കുണ്ടലാഭിത ശുക്തൗഹി രജതഖ്യാതി ജീവശബ്ദ തഥാപരേ. ജീവശബ്ദം വരും നാമം മാത്രമാണ്, അതൊരു അധ്യാസമാണ് എന്ന് ജീവൻ ബ്രഹ്മം തന്നെയാണ്. ജീവൻ എന്നുള്ളത് ഒരു അധ്യാസമാണ് നടക്കുന്നത്, അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം യഥൈവ വ്യോംനി നീലത്വം യഥാ നീരം മരുസ്ഥലേ പുരുഷത്വം യഥാ സ്ഥാണൗ തദ്വദ്വിശ്വം ചിദാത്മനി. യഥൈവ വ്യോംനി നീലത്വം യഥാ നീരം മരുസ്ഥലേ പുരുഷത്വം യഥാ സ്ഥാണൗ തദ്വദ്വിശ്വം ചിദാത്മനി. എന്താണ് ഇവിടെ? വീണ്ടും ആ ജീവശബ്ദത്തിന്റെ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഏതെല്ലാം സ്ഥലത്ത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് നാം കാണുന്നുവോ അതിനെയാണ് ഇവിടെ പറയുന്നത്. ഏതെല്ലാം സ്ഥലത്ത് ഇല്ലാത്ത ഒന്നിനെ നമ്മൾ കാണുന്നു, എന്നിട്ട് നമ്മൾ ഓരോ പേരും പറയും. ആക്ച്വലി അതവിടെ ഇല്ല, പക്ഷെ നമ്മൾ അങ്ങനെ കണ്ട് അങ്ങനെ പറയും. അപ്പോ അതിനെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പല പല ഉദാഹരണങ്ങളാണ് ഇതിന് പറയുന്നത്. ഇല്ലാത്ത ചില കാര്യങ്ങളെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു നാമവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുക. അത് ആചാര്യസ്വാമികൾ നമ്മളെ ഈ ജീവശബ്ദത്തിന്റെ കാര്യം അർത്ഥമറിയാനായിട്ട് പറഞ്ഞു തരികയാണ് പല ഉദാഹരണങ്ങളായിട്ട്. അധിഷ്ഠാനത്തിൽ വേറെ ഇല്ലാത്ത ഒന്നിനെ നാം കാണുന്നു. അധിഷ്ഠാനം അവിടെ ഉണ്ട്. ആ അധിഷ്ഠാനത്തില് ശരിയായിട്ടൊന്ന് ആ അധിഷ്ഠാനം ഉണ്ട് അവിടെ. അധിഷ്ഠാനത്തിൽ വേറൊന്നിനെ നമ്മൾ കാണുകയാണ്. അതാണ് ഇവിടെ ഈ ഉദാഹരണങ്ങളിലൊക്കെ പറയുന്നത്. എന്താണത്? യഥൈവ വ്യോംനി നീലത്വം. യഥൈവ വ്യോംനി നീലത്വം. യഥാ ഏവ എങ്ങനെയാണോ വ്യോംനി ആകാശത്തിൽ, വ്യോംനി എന്ന് പറഞ്ഞാൽ ആകാശത്തില്, നീലത്വം നീല നിറം. എങ്ങനെയാണോ ആകാശത്തിൽ നീല നിറം നമ്മൾ അവിടെ സങ്കല്പിക്കുക ചെയ്യുന്നത്. ആകാശം നീല നിറം. നമ്മൾ ചോദിച്ചാൽ എന്താ പറയും? ആകാശത്തിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നീല നിറം. സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെ? കളർ പറയുമ്പോൾ സ്കൈ ബ്ലൂ, തുണി മേടിക്കുമ്പോൾ സ്കൈ ബ്ലൂ കളർ വേണമെന്ന് പറയും. ശരിക്കും ആകാശത്തിന് കളർ ഉണ്ടോ? നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിന് കളർ ഉണ്ടോ? ആകാശത്തിന് കളറില്ല. നീല നിറം നമ്മൾ അവിടെ സങ്കല്പിച്ച് ഏറ്റിവെച്ചിരിക്കുന്നതാണ്, ആരോപിച്ചിരിക്കുന്നതാണ്, അധ്യാസം ചെയ്തിരിക്കുന്നതാണ്. നീല നിറം ശരിക്കും അവിടെ ഉള്ളതല്ല, നമ്മൾ അതിന് ആരോപിച്ചിരിക്കുന്നതാണ്, ഏറ്റിവെച്ചതാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അടുത്തത് യഥാ നീരം മരുസ്ഥലേ. യഥാ നീരം മരുസ്ഥലേ, മരുഭൂമിയിലെ വെള്ളം പോലെ. പല ഉദാഹരണങ്ങള് നമ്മൾ പറയുന്നതാണ്. പല അല്ലേ, എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മരുഭൂമിയിലെ ജലം പോലെ എന്ന്. അവിടെ ആക്ച്വലി ജലമില്ല. ദൂരെ നിന്ന് കാണുമ്പോൾ ജലമുണ്ടെന്ന് തോന്നും, അടുത്ത് ചെല്ലുമ്പോൾ ജലമില്ല. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല ഇതിനകത്ത്. ഇനി പുരുഷത്വം സ്ഥാണവും. പുരുഷത്വം സ്ഥാണവും. യഥാസ്ഥാണവും. സ്ഥാണവും എന്ന് പറഞ്ഞാൽ എന്താണ്? തൂണ്. സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എന്നൊക്കെ പറയാം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റ്, ഒരു തൂണ്. അത് ഒരു അരണ്ട വെളിച്ചത്തില് ഒരു പാടത്തിന്റെ ഒക്കെ സൈഡിൽ കൂടെ പോകുന്നു, ഒരു വഴിയെ കൂടെ പോകുന്നു, ഒരു തൂണ് ഇങ്ങനെ നിൽക്കുന്നു. ഒരു അരണ്ട വെളിച്ചമാണെങ്കിൽ അത് പെട്ടെന്ന് ഒരു മനുഷ്യനാണ് എന്ന് തോന്നിക്കും. അരണ്ട വെളിച്ചത്തില് മനുഷ്യനാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. നമ്മൾ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും, അയ്യോ ആരോ നിൽക്കുന്നല്ലോ എന്ന് തോന്നും. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു ഉദാഹരണമാണ്. തൂണിനെ ഒരു മനുഷ്യനായിട്ട് തെറ്റിദ്ധരിക്കും.
അങ്ങനെ മനുഷ്യനെ പോലെ തോന്നും. തൂണിനെ കാണുമ്പോ അരണ്ട വെളിച്ചത്തിൽ ഒരു മനുഷ്യനെ പോലെ തോന്നും. തദ്വത്, ഈ മൂന്ന് കാര്യങ്ങളും അതുപോലെ. തദ്വത് ഏതൊക്കെ പോലെ? യഥൈവ വ്യോമ്നി നീലസ്ത്വം യഥാ നീരം മരുസ്ഥലെ യഥാ പുരുഷത്വം സ്ഥാണവും. അങ്ങനെ ഈ മൂന്ന് രീതിയിലും അതുപോലെ വിശ്വം ചിദാത്മനി, ചിത് സ്വരൂപമായ ആത്മാവിൽ ഈ അഖില ലോകവും ഏറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെയും പറഞ്ഞ പോലെ ചിത് സ്വരൂപമായ ആത്മാവിൽ, സച്ചിദാനന്ദമായ ആത്മാവിൽ ഈ അഖില ലോകവും ഏറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകം മുഴുവൻ, ഈ കാണുന്നതെല്ലാം നമ്മൾ എവിടെയാണ് ഏറ്റിവെച്ചിരിക്കുന്നത്? സച്ചിദാനന്ദത്തിൽ, ആത്മാവിൽ, ബ്രഹ്മത്തിൽ. ഇതെല്ലാം നമ്മൾ ഏറ്റിവെച്ചിരിക്കുക. ആക്ച്വലി അവിടെ എന്താണുള്ളത്? ആധാരം എന്താണ്? ആധാരം ആത്മാ അല്ലെങ്കിൽ ബ്രഹ്മം. അതില് ഈ കാണുന്ന നാമരൂപങ്ങളെയെല്ലാം നമ്മൾ അവിടെ വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ശാശ്വതമല്ല. ഒരു നാമവും ശാശ്വതമായിട്ട് നിൽക്കാറില്ല. ഒന്നുമില്ല, എല്ലാം നാശമുള്ളതാണ്. ഒന്നും സ്ഥിരമായതല്ല. ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാലും നമ്മൾ അത് ശരിയാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സത്യമാണ്, സത്യമാണ്, അനുഭവമുണ്ടല്ലോ, നേരത്തെ പറഞ്ഞതൊക്കെ കുറെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ലോകം എവിടെയാണ്? എന്നിലാണ് ഈ ലോകം. ഞാനാണ് ആത്മാ, ഞാൻ ആത്മാ അല്ലെ, ആത്മസ്വരൂപനാണ്. അപ്പൊ എന്നിലാണ് ഈ ലോകം എന്ന് ഇവിടെ മനസ്സിലാക്കണം. അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നു ആചാര്യസ്വാമികൾ. 62-ാമത്തെ ശ്ലോകം. യഥൈവ ശൂന്യവേതാളോ ഗന്ധർവാണാം പുരം യഥാ യഥാകാശേ ദ്വിചന്ദ്രത്വം തദ്വത് സത്യേ ജഗസ്ഥിതിഃ. വീണ്ടും വേറൊരു ഉദാഹരണം പറയുകയാണ്. യഥൈവ ശൂന്യേ വേതാളോ ഗന്ധർവാണാം പുരം യഥാ യഥാകാശേ ദ്വിചന്ദ്രത്വം തദ്വത് സത്യേ ജഗസ്ഥിതിഃ. അപ്പൊ എങ്ങനെയാ വരിക? യഥൈവ ശൂന്യേ വേതാളോ, യഥാ എവ്വിധം, ഏതുപോലെ, ശൂന്യേ വേതാള, ശൂന്യതയിൽ വേതാളത്തെ കാണുന്നു. ശൂന്യതയില് വേതാളത്തെ കാണുന്നു അല്ലെ? ഇല്ലാത്തൊരു കാര്യത്തെ ശൂന്യതയില് എന്തോ ഉണ്ട് ഒന്ന് വിചാരിക്കുക. എவ்விധം ശൂന്യേ, ശൂന്യതയിൽ വേതാളത്തെ കാണുന്നുവോ, അതായത് ഒന്നുമില്ല, അപ്പൊ ഭൂതമുണ്ട് പ്രേതമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന പോലെയുള്ള ഒരു സംഭവം. പിന്നെന്താണ്? ഗന്ധർവാണാം പുരം യഥാ, ഭയം കൊണ്ടാണ് നേരത്തെ എന്താണ് ശൂന്യേ വേതാളം അവിടെ കാണുന്ന ശൂന്യമായ സ്ഥലത്ത്, നിർജ്ജനമായിട്ട് ആൾക്കാരില്ലാത്ത സ്ഥലത്ത് നിർജ്ജനദേശേ എന്ന് പറയാം, നിർജ്ജനദേശേ എന്ന് പറയാം. അങ്ങനെ ഭയം കൊണ്ട് അവിടെ വേതാളത്തെയൊക്കെ കാണുന്നു. അതുപോലെ ഗന്ധർവാണാം പുരം, സങ്കല്പത്തിലെ ആകാശത്തിലെ ഒരു ഗന്ധർവ നഗരം, സ്വർഗലോകം, സങ്കല്പ സ്വർഗലോകം, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണും. എവിടെ? ശൂന്യതയിൽ. ഗന്ധർവാണാം പുരം, ശൂന്യേ വേതാളോ ഗന്ധർവാണാം പുരം, അങ്ങനെയൊക്കെ നമ്മൾ സങ്കല്പിച്ച് അവിടെ ഗന്ധർവന്മാരുണ്ട്. പല പല നാമങ്ങൾ നമ്മൾ കൊടുക്കും. ഇല്ലാത്തതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ എല്ലാം ഉണ്ട് 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 നമ്മൾ വിശ്വസിച്ച് നമ്മൾ അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോ വായിക്കുന്നതാണ് കാണുന്നതിനേക്കാൾ നല്ലതെന്ന് പറയും സാധാരണ. കാരണം വായിക്കുമ്പോൾ മനസ്സ് ഒരു രൂപസങ്കല്പത്തെ ഉണ്ടാക്കും. സാധാരണ അങ്ങനെയൊക്കെ വായിച്ചു കഴിയുമ്പോൾ മനസ്സ് ഒരു ക്രിയേഷൻ അവിടെ നടത്തും, ഒരു രൂപസങ്കല്പങ്ങൾ ഉണ്ടാക്കും. അത് ഒറിജിനലിനെക്കാളും ഗംഭീരമായിട്ടായിരിക്കും ആ സങ്കല്പം. എപ്പോഴും അതെ, ഒറിജിനലിനെക്കാട്ടിലും വളരെ വളരെ ഗംഭീരമായിരിക്കും ആ ഒരു സങ്കല്പം. അപ്പോ യഥാർത്ഥത്തെ കാണണ്ട, അല്ലാതെ തന്നെ സങ്കല്പിച്ച് വളരെ വലിയ വലിയ കാര്യങ്ങളെ സങ്കല്പിച്ച് അതൊക്കെ ഉണ്ട് 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 എന്ന് ഈ മനസ്സ് ഉറപ്പിക്കും നമ്മുടെ ഉള്ളിൽ. അതാണ് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. എല്ലാം ഉറപ്പിച്ചു കളയും, ഉണ്ട് ഉണ്ട് എന്ന് ഉറപ്പിച്ചു കളയും. യഥാകാശേ ദ്വിചന്ദ്രത്വം, ആകാശത്തിൽ രണ്ട് ചന്ദ്രനെ കാണുന്ന പോലെ. അപ്പൊ ഒരു സംശയം വരാം, ഇല്ലല്ലോ നമ്മൾ ഒരു ചന്ദ്രനല്ലേ കാണുന്നുള്ളൂ,
അതെന്താ അങ്ങനെ പറയാൻ കാരണം? ദ്വിചന്ദ്രത്വം എന്ന് പറയാൻ കാരണം എന്താണ്? കണ്ണിന് പ്രശ്നമുണ്ടെങ്കിൽ, കണ്ണിന്റെ കാഴ്ച ശരിയല്ലെങ്കിൽ രണ്ടല്ല മൂന്നല്ല പലതായിട്ടും കാണും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നം കൊണ്ട് രണ്ട് ചന്ദ്രനെ ദ്വിചന്ദ്രത്വം കാണുന്ന പോലെ, കണ്ണിലെ കാഴ്ചയുടെ പ്രശ്നം കൊണ്ട് ദ്വിചന്ദ്രത്വം കാണുന്നത് പോലെ. ആക്ച്വലി രണ്ട് ചന്ദ്രനുണ്ടോ? ഇല്ല. പക്ഷെ ഈ കണ്ണിന് സുഖമില്ലാത്ത ആള് പറയും, ഞാൻ രണ്ട് ചന്ദ്രനെ കാണുന്നു, രണ്ട് ചന്ദ്രനെ കാണുന്നു എന്ന് പറയും. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ രണ്ടായിട്ട് തോന്നും. തദ്വത് സത്യേ ജഗസ്ഥിതി, തദ്വത് സത്യേ ജഗത്സ്ഥിതി, തദ്വത് സത്യേ ജഗസ്ഥിതി. അതുപോലെയാണ് സത്യമായി പരമ്പൊരുളിൽ ജഗത്തിന്റെ സ്ഥിതി. സത്യമായിട്ടും പരമ്പൊരുളില്, അതായത് പരബ്രഹ്മത്തില്, ബ്രഹ്മത്തില്, ആത്മാവില് ജഗത്തിന്റെ സ്ഥിതി ഈ പറഞ്ഞതുപോലെയൊക്കെയാണ്. എല്ലാം സങ്കല്പിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് മായാശക്തിയുടെ ആ പ്രഭാവം കൊണ്ട് നമ്മളൊക്കെ അങ്ങനെ സങ്കല്പിച്ചു വെച്ചിരിക്കുക. കാണുന്നൊക്കെ ഇവിടെ ഉണ്ട്, 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 അതുണ്ട്, ഇതുണ്ട്, എല്ലാം സങ്കല്പിച്ചിരിക്കുകയാണ്. ഇല്ലാത്ത ജഗത്തിനെ നമ്മൾ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇല്ലാത്ത ജഗത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇല്ലാത്തതല്ലല്ലോ, ഇതെല്ലാം ഉള്ളതല്ലേ, ഉള്ളതല്ലേ എന്ന് തോന്നരുത്. നമുക്ക് തോന്നരുത്, സാധാരണ ആൾക്കാർക്ക് തോന്നിക്കോട്ടെ. നമ്മൾ അതിനു മുമ്പ് പഠിച്ചു, ഒന്നും യാഥാർത്ഥ്യമല്ല. സ്വപ്നത്തിലേത് ജാഗ്രത്തിലും സുഷുപ്തിയിലും സത്യമല്ല, സുഷുപ്തിയിലേത് സ്വപ്നത്തിലും ജാഗ്രത്തിലും സത്യമല്ല, ജാഗ്രത്തിലേത് സ്വപ്നത്തിലും സുഷുപ്തിയിലും സത്യമല്ല. ഇങ്ങനെ വ്യക്തമായിട്ട് പഠിച്ച ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സ് തിരിച്ചു പോകരുത്. പിന്നെ ഇതൊക്കെ ഉള്ളതല്ലേ, അനുഭവമുള്ളതല്ലേ, കാണുന്നതല്ലേ, കേൾക്കുന്നതല്ലേ എന്നൊന്നും വിചാരിച്ചാൽ ഈ പഠിത്തം മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഇവിടെ ആ ആചാര്യസ്വാമി നേരത്തെ പഠിപ്പിച്ചതെല്ലാം മനസ്സിൽ അടിയുറച്ച് വെച്ചുകൊണ്ട് വേണം ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാൻ. ആ സംശയങ്ങളൊക്കെ നേരത്തെ ദൂരീകരിക്കപ്പെട്ടു. ഇനി വീണ്ടും ആ മനസ്സിൽ സംശയങ്ങൾ കയറി വരരുത്. വന്നാൽ ഇത് മനസ്സിലാകത്തില്ല. അപ്പോ ഇല്ലാത്ത ജഗത്തിനെ കാണുന്നത് എന്ന് പറയുമ്പോൾ ഉടനെ ഇല്ലാത്തതല്ലല്ലോ എന്ന് തോന്നാൻ പാടില്ല. സാങ്കല്പികമാണ്. ഒരു വേദാന്ത പഠിച്ചിത്രയും മുന്നോട്ട് വന്ന ഒരാൾക്ക് അത് മനസ്സിലാവണം. ഇവിടെ ഉള്ളതൊന്നു മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം നാമരൂപങ്ങളാണ്. എങ്ങനെയാണോ കളിമണ്ണിൽ പല പല പാത്രങ്ങളെ കാണുന്നത്, എങ്ങനെയാണോ സ്വർണത്തിൽ പല പല ആഭരണങ്ങളെ കാണുന്നത്, അതുപോലെ ഇവിടെ ബ്രഹ്മത്തില് നമ്മൾ പല പല രൂപങ്ങളെയും നാമങ്ങളെയും വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല, സത്യമല്ല. ഇതെല്ലാം സങ്കല്പ ക്രിയേഷൻസ് ആണ്, മനസ്സിന്റെ സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലെങ്കിൽ ഉടനെ സ്വപ്നത്തിലെ കാര്യം ഓർക്കണം. സ്വപ്നത്തിൽ എന്തെല്ലാം സൃഷ്ടി നമ്മൾ ചെയ്തു, അതെല്ലാം സ്വപ്നത്തിൽ സത്യമായിരുന്നല്ലോ. സ്വപ്നത്തിൽ എല്ലാം സത്യമായിരുന്നു, ഉണർന്നപ്പോ പോയി. അതുപോലെ വലിയൊരു സ്വപ്നത്തിലാണ് നമ്മൾ. അതിൽ നിന്ന് ഉണരലാണ് ഞാൻ ആര് എന്ന് തിരിച്ചറിവുണ്ടാകും. മറ്റേ സ്വപ്നത്തിൽ ജാഗ്രത വരുമ്പോൾ സ്വപ്നത്തിൽ ഉണർന്നല്ലോ. അതുപോലെ ഇവിടെ നമ്മൾ എങ്ങനെ ഉണരും എന്നുള്ള ചോദ്യത്തിനുള്ളതാണ്. ഇത് സ്വപ്നമാണെങ്കിൽ ഇതിന്റെ ഉണർവ് എന്താണ്? ഇത് സ്വപ്നമാണെങ്കിൽ ഈ ജാഗ്രത എന്ന് നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്നത് സ്വപ്നമാണെങ്കിൽ ഇതിന്റെ ഉണർവ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉണർവ് എന്താണ്? ഇതിന്റെ ഉണർവാണ് ജ്ഞാനം. ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതാണ് ജ്ഞാനം. ഇപ്പൊ നമ്മൾ അജ്ഞാനത്തിലാണ്, അതാണ് ഇപ്പോഴത്തെ സ്വപ്നം. ഇതിൽ നിന്ന് നമ്മൾ ജ്ഞാനത്തിലേക്ക് ഉണരുമ്പോൾ ഇത് സ്വപ്നമാണ് എന്ന് മനസ്സിലാവും. അന്നേരം ഇത് മുഴുവൻ യഥാർത്ഥമല്ല എന്ന് മനസ്സിലാവും. ആ ജ്ഞാനത്തിലേക്കുള്ള ഉണർവ് ഈ ജന്മത്തിൽ തന്നെ, ഈ ശരീരത്തിൽ വെച്ച് തന്നെ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വേദാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സാധ്യമാണോ എന്നിപ്പോ തോന്നലുണ്ടാവും. അതൊക്കെ നടക്കുമോ എന്നൊരു തോന്നലുണ്ടാവും. നടക്കും. നടന്ന് ആ സ്റ്റേജിൽ ജീവിച്ച ആൾക്കാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ് എന്ന്. അപ്പൊ ഞാൻ ആര് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം എന്താണ് എന്ന് അപ്പോ തിരിച്ചറിയും. അതാണ് ഞാൻ ആരെന്നറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല എന്നൊരു വാചകമുണ്ട്. ഞാൻ ആരെന്നറിഞ്ഞാൽ പിന്നെ യാതൊന്നും അറിയേണ്ടതായിട്ടില്ല. പിന്നെ പറയും ഞാൻ ആരെന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ഇതാണ് കാര്യം. എല്ലാം അറിയുന്നത് എങ്ങനെയാ?
ഇതെല്ലാം ബ്രഹ്മമാണെന്നറിയും. ഇതൊന്നും ഈ കാണുന്ന രീതിയല്ല, എല്ലാം ബ്രഹ്മം തന്നെ, ഞാനും ബ്രഹ്മം തന്നെ, എന്നിൽ തന്നെയാണ് ഇതെല്ലാം, എന്റെ സങ്കല്പത്തിൽ തന്നെയാണ് ഇതെല്ലാം എന്നുള്ള സത്യം ബോധ്യമാകും. ബോധ്യമാകലാണ് പ്രശ്നം. അപ്പൊ വായിച്ചറിവുണ്ട്, നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടലാണ് അപരോക്ഷ അനുഭൂതി ഉണ്ടാവുക. അപരോക്ഷ അനുഭൂതി ഉണ്ടാകൽ, അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് പ്രത്യേകം പറയാൻ കാരണം, ഇത് ഒത്തിരി സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മനസ്സിന്. ഇവനെ വേറൊരു കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കത്തില്ല, വലിയ പാഠം. അതാണ് മായയുടെ ശക്തി. അപ്പൊ മായയോട് തന്നെ പ്രാർത്ഥിക്കണം ഇതിൽ നിന്ന് വിടുതല കിട്ടാനായിട്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുക, എല്ലാ ഈശ്വരന്മാരോട് തന്നെ പ്രാർത്ഥിക്കണം. ഇത് മായയിൽ നിന്ന് മുക്തി നേടാനായിട്ട് അവരുടെ ഹെൽപ്പും കൂടെ വേണം. കൂടുതൽ നമ്മളെ മായയിലേക്ക് കൊണ്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടായി തീരും. അപ്പോ ഉറച്ച സാധന കൊണ്ട് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോ ജഗത്തിനെ സത്യമായ ഒന്നിൽ, എന്താണ് ബ്രഹ്മം, സത്യമായ ഒന്ന് പരമാത്മാ, അതില് ഈ കാണുന്ന എല്ലാത്തിനെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സത്യമുണ്ടെങ്കിലേ നുണ എന്തെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെ? സത്യം എന്ന് പറഞ്ഞൊന്നില്ലെങ്കിൽ നുണ മനസ്സിലാവത്തില്ല. സത്യമുണ്ടെങ്കിലേ നുണ എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. ഇതുവരെ ജഗത്ത് അസത്യം എന്ന് പറഞ്ഞു വന്നു. ഇനി ആചാര്യസ്വാമികൾ ഒരു വലിയ ട്വിസ്റ്റ് നടത്താൻ പോവുക. എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മളെക്കാട്ടിൽ നന്നായിട്ട് അറിയാവുന്ന ആർക്കാണ്? ആചാര്യസ്വാമിക്കാണ്. ഇതുവരെ എന്താണ് പറഞ്ഞത്? ജഗത്തിനെ കുറിച്ച് അസത്യം 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 എന്ന് പറഞ്ഞു. ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നു. ആചാര്യസ്വാമി ഒരു മാറ്റം ചെയ്യാൻ പോകുന്നു. ഒരു ആംഗിളിൽ നോക്കിയാൽ ജഗത്ത് ബ്രഹ്മം തന്നെ എന്ന് പറയും, അല്ലെ? ഒരാംഗിളിൽ നോക്കിയാൽ ജഗത്ത് എന്താണ്? ജഗത്ത് ബ്രഹ്മം തന്നെ, ബ്രഹ്മമായി തന്നെ ഈ ലോകം ഇരിക്കുന്നു. സർവാത്മഭാവം കാണിക്കുന്ന ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർവാത്മഭാവം കാണിക്കുന്ന ശ്ലോകമാണ്. ഒരാംഗിളില് സർവാത്മഭാവവും മിഥ്യയും ഒന്ന് തന്നെ എന്ന് പറയും. അവിടെയാണ് കളി വരാൻ പോകുന്നത്. ഒരാംഗിളില് സർവാത്മഭാവവും മിഥ്യയും ഒന്ന് തന്നെ എന്ന് പറയും. അതെങ്ങനെയാ വരുന്നത്? കഷ്ടപ്പെടുന്നവനോട് എല്ലാം മിഥ്യ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാം കൊണ്ടും കഷ്ടപ്പെട്ട് ദുഃഖിച്ച് ഭയങ്കരമായിട്ട് ദാരിദ്ര്യം അനുഭവിച്ച് ദുരിതം അനുഭവിച്ചിരിക്കുന്ന ഒരാളോട് ഒന്നും സാരമില്ല, ഇതെല്ലാം മിഥ്യയാണ് കേട്ടോ എന്ന് പറയാൻ പറ്റുമോ? അയാളോട് ഇതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റില്ല. നേരെ മറ്റു വലിയ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ ശരി ഓക്കെ എന്നൊക്കെ പറയാൻ വെച്ചാൽ അയാൾക്ക് പ്രശ്നമില്ലല്ലോ. പ്രശ്നമുള്ള ആൾക്കാർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് ഇത് മിഥ്യാന്നൊന്നും പറഞ്ഞാൽ അവരുടെ അടുത്ത് ഇത് ചെലവാകത്തില്ല, അവർക്കത് മനസ്സിലാവില്ല. തലവേദനയുള്ള ആളോട് മിഥ്യയാണെന്നേ, വെറും തോന്നലാണ് തലവേദന എന്ന് പറഞ്ഞാലോ പറ്റുമോ? പറ്റില്ല. തലവേദനയുള്ള ആളോട് തലവേദനയുടെ രീതിയിൽ മരുന്ന് കൊടുക്കുമോ? എന്താ ചെയ്യണം? അയാളുടെ തലവേദന മാറ്റണം. മിഥ്യയാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അപ്പോ അയാൾ എന്ത് പറയും? മിഥ്യയുടെ ഗുളിക ഒരെണ്ണം തരാൻ പറയും, അല്ലേ? തലവേദനയുടെ ഗുളികയില്ല, മിഥ്യയാണ്, മിഥ്യയുടെ ഗുളിക തരും, അതെങ്കിലും കഴിച്ചു നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു കാര്യം പറയും, അല്ലേ? അപ്പൊ മനുഷ്യരങ്ങനെയല്ലേ, മനുഷ്യരെല്ലാത്തിനും ചോദ്യം ചോദിക്കൂലോ. അപ്പോ കരുണ എന്ന വാല്യൂ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, അല്ലേ? കഷ്ടപ്പെടുന്ന ആൾക്കാരോട്, ദുരിതം അനുഭവിക്കുന്നവരോട്, ബുദ്ധിമുട്ടുന്നവരോട് എന്താണ് ഉപയോഗിക്കേണ്ടത്? കരുണ എന്ന വാല്യൂ ഉപയോഗിക്കണം. അപ്പൊ അയാളെ എങ്ങനെ പറ്റുമോ അങ്ങനെ സഹായിക്കുക ആണ് വേണ്ടത്. ഒരാളെ എങ്ങനെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെ സഹായിക്കണം. ലോകത്തെ സർവാത്മസ്വരൂപമായി കാണണം. അത് സംബന്ധമായി ഉദാഹരണ സഹിതം ഇവിടെ ആചാര്യസ്വാമികള് പറയുന്നു. സർവാത്മസ്വരൂപമായി കാണണം ലോകത്തെ. മിഥ്യയായിട്ടല്ല അവിടെ പറയുന്നത്, സർവാത്മസ്വരൂപമായി, സർവവും ആത്മസ്വരൂപമായി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മിഥ്യ എന്നുള്ള ഒന്നുമില്ല എന്നുള്ള നിലയ്ക്കാണ് മനസ്സിനെ നമ്മൾ കൊണ്ടുപോവുക. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം ആത്മാവാണെന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരും. എന്തൊരു ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്, നിസ്സാര കാര്യങ്ങളല്ല, അതിഗഹനമായ കാര്യങ്ങളാണ്. ഇതാണ് നോക്കാം, നമുക്ക് ആ ശ്ലോകം നോക്കാം. യഥാ തരംഗ കല്ലോലൈർ ജലമേവ സ്ഫുരത്യലം. യഥാ തരംഗ കല്ലോലൈ ജലമേവ സ്ഫുരന്ത്യലം. സ്ഫുരത്യലം. യഥാ തരംഗ കല്ലോലൈ ജലമേവ സ്ഫുരത്യലം.
പാത്രരൂപേണ താമ്രം ഹി ബ്രഹ്മാണ്ടൗഘൈകസ്തദാത്മതാ യഥാ തരംഗകല്ലോലൈ ജലമേവ സ്ഫുരത്യലം പാത്രരൂപേണ താമ്രം ഹി ബ്രഹ്മാണ്ടൗഘൈസ്തദാത്മതാ യഥാ തരംഗകല്ലോലൈഹി യഥാ ഏതുപോലെ തരംഗകല്ലോലൈഹി എന്താണ് വലിയ വലിയ തിരകൾ തിരമാലകള് അലകള് വലിയ വലിയ തരംഗകല്ലോല എന്ന് പറയാൻ വലിയ വലിയ തിരമാലകള് അലകള് കല്ലോലം എന്നാൽ വലിയത് എന്നാണ് അർത്ഥം തരംഗകല്ലോലൈഹി വലിയ വലിയ തിരമാലകൾ കടലിൽ വലിയ വലിയ അലകൾ വലിയ വലിയ അലകള് തിരമാലകള് കാണാം ഏറ്റവും വലുതായ അലകൾ അല്ലേ വലിയ വലിയ അലകൾ ആ അലകളെല്ലാം ഏതിന്റെ രൂപമാണ് ഒന്നിനൊന്ന് വലിയ അലകൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കടൽ തീരത്ത് പോയി നിന്ന് ചുമ്മാ കാറ്റുകൊള്ളാനൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഓരോ അല വരുമ്പോഴും ഒന്നിനൊന്ന് വലുതായിട്ട് വലുതായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും ഓരോന്ന് കാണുമ്പോഴും എല്ലാം വലുത് തന്നെയും വലിയ വലിയ അലകളാണ് വരുന്നത് ഈ അലകളെല്ലാം ഏതിന്റെ രൂപമാണ് അലകൾ എന്താണ് നമ്മൾ കാണുമ്പോൾ വലിയ അലകൾ വരും എന്താണ് അലകൾ ഈ അലകള് ജലമേവ സ്ഫുരത്യലം ജലം സ്ഫുരതി ജലമാണെന്ന് തെളിഞ്ഞ് നമുക്ക് കാണുന്നുണ്ട് ജലരൂപം തന്നെ എന്ന് തെളിഞ്ഞ് കാണുന്നുണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താണ് അലകള് തിരമാലകള് എന്ന് വിളിക്കുന്നു അത് ജലരൂപം തന്നെയാണ് വലിയ വലിയ തിരമാലകളാണ് എല്ലാം ജലരൂപം തന്നെയാണ് എന്ന് നമുക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട് ജലമേവ സ്ഫുരത്യലം ജലം ഏവ സ്ഫുരതി ജലം തന്നെയാണ് അവിടെ തെളിഞ്ഞു കാണുന്നത് അവിടെ പ്രകാശിക്കുന്നത് ജലം തന്നെയാണ് തിരമാലകളിൽ ജലം എങ്ങനെ പ്രകാശിക്കുന്നു ആ ജലം അതെങ്ങനെയാ പ്രകാശിക്കണേ തരംഗകല്ലോലൈഹി അവിടെയുള്ള ജലം സമുദ്രത്തിലെ ജലം എങ്ങനെയാ പ്രകാശിക്കുന്നത് തരംഗകല്ലോലൈഹി വലിയ വലിയ അലകളായി ജലം തന്നെ അവിടെ പ്രകാശിക്കുന്നു സമുദ്രത്തിലെ ജലം തന്നെയാണ് വലിയ വലിയ തിരമാലകളായിട്ട് പ്രകാശിക്കുന്നത് ഇവിടെ ഈ ശ്ലോകത്തില് മുഖ്യത്വം എന്തിനാണ് ജലത്തിനാണോ തിരമാലയ്ക്കാണോ ജലത്തിനാണ് മുഖ്യത്വം അതുകൊണ്ടാണ് ജലമായി പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് അപ്പോ തിരമാലയോ തിരമാല വെറും നാമം തിരമാല വെറും നാമം മാത്രമാണ് ജലം തന്നെയാണ് ഇവിടെ മുഖ്യത്വം ജലത്തിനാണ് തിരമാലയ്ക്കല്ല തിരമാല വെറും നാമം മാത്രം ഇതാണ് ഏറ്റുവെക്കുക എന്ന് പറഞ്ഞത് ജലത്തില് തിരമാലയെ നമ്മൾ ഏറ്റുവെക്കുന്നു ഒരു നാമം കൊടുക്കുന്നു ആ ജലത്തിന്റെ ആകൃതിയൊക്കെ അനുസരിച്ചൊരു നാമം കൊടുത്തു തിരമാല വലിയ തിരമാല വലിപ്പം കൂടുന്നോറും വലുതായി കാര്യം ജലം തന്നെയാണ് പക്ഷെ അങ്ങനെ ജലം എന്ന് പറയാറില്ലല്ലോ തിരമാല എന്ന് പറയും ഇങ്ങനെയാണ് ഈ നാമം എങ്ങനെയാണ് ഏറ്റുവെക്കുന്നത് രൂപം എങ്ങനെയാണ് ഏറ്റുവെക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയാണത് നമ്മൾ ഇങ്ങനെ ഏറ്റുവെക്കുകയാണ് ആ തിരമാല എങ്ങ പൊങ്ങി വരും അപ്പൊ തന്നെ താങ്ങും വീണ്ടും ആ ജലമായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നു പിന്നെയും ആ ജലം സ്ഫുരതി തിരമാലയായിട്ട് ജലം തന്നെ സ്ഫുരതി അങ്ങനെ പ്രകാശിക്കുന്നു ഇവിടെ ഒരാംഗിളില് അലയെ മറന്ന് ജലം തന്നെയാണ് ഇത്രയും ഭംഗിയായി കാണുന്നത് എന്ന് അറിയണം അങ്ങനെ മനസ്സിനെ കൊണ്ടുവരണം തിരമാലയെ കാണുമ്പോൾ തിരമാല 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 എന്നാണ് നമ്മൾ ജന്മജന്മാന്തരമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ജലമാണ് എന്ന് തോന്നില്ല സത്യം അതാണ് ഇത് തന്നെയാണ് ഇവിടെ പ്രപഞ്ചത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ നമ്മൾ കടലിന്റെ അടുത്ത് പോയി നിന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ഇത് ജലം തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഞാൻ ആരെയെന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ഈ പുലിവാലൊക്കെ പിടിക്കുന്നത് പകരോക്ഷ അനുഭൂതി അറിയണം എന്നൊരു ആഗ്രഹം വന്നപ്പോഴാണ് ഈ ഏടാകൂടത്തിലൊക്കെ ചെന്ന് ചാടിയത് ഇപ്പൊ ആകെ മൊത്തം കൺഫ്യൂഷനായി അപ്പൊ ജലത്തിനൊക്കെ അലയെ കാണുമ്പോൾ ജലം എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ തിരമാല എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ്
ദേ കുഞ്ഞുങ്ങളെയൊക്കെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കുമ്പോൾ ദേ കണ്ടോ വലിയ തിരമാല വരുന്നത് കണ്ടോ, അല്ലേ? നമ്മൾ അങ്ങനെ പറയും. നമ്മൾ എന്ത് പറയും? വലിയ തിരമാല വരുന്നുണ്ടോ, നീങ്ങുന്നുള്ളൂ കേട്ടോ, അടുത്ത് പോണ്ട, ഭയങ്കര കാറ്റുണ്ട്, കാറ്റപ്പം എന്നാ വലിയ തിരമാലയാ. ഇങ്ങനെ തിരമാല 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 എന്ന് മാത്രം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുക. അത് ജലമാണ് ജലമാണ് ജലമാണെന്ന് തിരിച്ച് അറിയാം. പക്ഷെ ആ തത്സമയം അങ്ങനെയൊന്നും തോന്നില്ല. തത്സമയം നാമത്തിൽ കുടുങ്ങും, നാമത്തിലും രൂപത്തിലും കുടുങ്ങും. ആ സമുദ്രം തന്നെയല്ലേ അത് എന്ന് തോന്നൽ ഉണ്ടാകാറേ ഇല്ല. സമുദ്രം തന്നെയല്ലേ തിരമാലയായിട്ട് കാണുന്നത് എന്ന് തോന്നാറുണ്ടോ? ഇല്ല. ആ സമുദ്രത്തിൽ എന്ത് വലിയ തിരമാലയാ എന്ന് പറയും. അപ്പൊ തന്നെ വേറെയാണെന്നുള്ള ധാരണയല്ല ഈ പറയുന്നത്. ഇത് വളരെ ശരിക്കും ഒരുപാട് അനലൈസ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച് ഇതിനാണ് വിചാരം ചെയ്യൽ എന്ന് പറയാം. വിചാരം ചെയ്ത് ഈ നാമരൂപങ്ങളെ ഏറ്റിവെക്കുന്ന പ്രക്രിയയെ മനസ്സിലാക്കണം. കളിമൺ പാത്രം, അവിടെ നമ്മൾ കുറേ സംസാരിച്ചു. പിന്നെ സ്വർണം ആഭരണങ്ങൾ, അവിടെയും കുറേ പറഞ്ഞു. ഇപ്പോ സമുദ്രം തിരമാലകൾ അടുത്ത അതിലാണ് ആചാര്യസ്വാമി കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു അത് ജലമാണ് എന്ന് കുറച്ചു നേരമെങ്കിലും അത് ജലമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചതിനെ കാണണം. അലയെ മറന്ന് ജലം തന്നെയാണ് ഇത്രയും ഭംഗിയായി കാണുന്നത് എന്ന് അറിയുക. ജലമേവ സ്ഫുരതി, അതിനാണ് ജലമായിട്ട് പ്രകാശിക്കുന്നു എന്ന് പറയാൻ കാരണം. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ജലം തന്നെയാണ് സ്ഫുരതി എന്ന് പറയുന്നത്. അതിനാണ് അവിടെ ആ സ്ഫുരതി വാക്ക് ഉപയോഗിക്കാൻ കാരണം. അതുകൊണ്ട് അങ്ങനെ കാണണം എന്ന് പറയാൻ. അതിന് അലം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത് സന്ദേഹമില്ലാതെ, ഒട്ടും സംശയമില്ലാതെ. സ്ഫുരത്യലം എന്ന വാക്ക് ഉപയോഗിച്ചു. ജലമേവ സ്ഫുരതി അലം. അലം എന്നിവിടെ പറയാൻ ആചാര്യസ്വാമി അവിടെ പദം ഉപയോഗിക്കാൻ കാരണം അങ്ങനെ ജലമായിട്ട് ഒരു സന്ദേഹവുമില്ലാതെ കാണാൻ സാധിക്കണം. പിന്നെന്താ പറഞ്ഞേ? പാത്രരൂപേണ താമ്രം. ഇവിടെ താമ്രം എന്ന് പറയുന്നത് ഒരു ലോഹം എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ. പാത്രരൂപേണ താമ്രം, ഒരു ലോഹം, ഏതെങ്കിലും ഒരു ലോഹം, ഒരു മെറ്റൽ. പാത്രരൂപേണ, പാത്രരൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നു, അല്ലേ? എത്രയോ പാത്രങ്ങൾ, പല പല ലോഹങ്ങൾ വരുന്നു. നമ്മൾ ആ ലോഹത്തിനെ പലപ്പോഴും വിസ്മരിച്ചു പോകും. സ്റ്റീൽ പാത്രം എന്ന് പറയുമെങ്കിലും പാത്രത്തിനല്ലേ, പാത്രത്തിന്റെ ഷേപ്പിന്, ചെരിവിന്, ഗ്ലാസ്, ഡവറ, അങ്ങനെയുള്ള ആ നാമങ്ങൾ, രൂപത്തോട് ബന്ധപ്പെട്ട നാമത്തിലേക്ക് മാത്രമേ നമ്മുടെ മനസ്സിൽ പോകുള്ളൂ. ഇത് രണ്ട് തരത്തില് ഇതിനെ നമുക്ക് കാണാം. ആദ്യം പാത്രം എന്നത് വെറും നാമം മാത്രം എന്ന് കാണാം. പാത്രം എന്നത് വെറും ഒരു നാമം മാത്രം എന്ന് കാണാം. അത് ലോഹത്തില് നമ്മൾ അധ്യാസം ചെയ്തിരിക്കുന്നതാണ്, ഏറ്റിവെച്ചിരിക്കുന്നതാണ്, നമ്മൾ അവിടെ നമ്മളായിട്ട് ഏറ്റിവെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ആചാര്യസ്വാമികള് അതിനെ വേറൊരു രീതിയിൽ മാറ്റി പറയുക. പാത്രരൂപേണ താമ്രം, പാത്രരൂപത്തിൽ ലോഹം. പാത്രരൂപത്തിൽ ലോഹം, തിരിച്ചു പറയുക. പാത്രരൂപേണ താമ്രം, പാത്രരൂപത്തിൽ എന്തു വന്നു? ലോഹം വന്നു എന്ന് പറഞ്ഞു. ഒരു പാത്രത്തെ കാണുമ്പോൾ പാത്രം എന്നത് വിട്ട് അത് ലോഹം എന്ന് കാണണം. തിരമാലയെ കാണുമ്പോൾ അത് തിരമാല എന്നുള്ള ആ നാമത്തെ വിട്ട് അത് ജലം എന്ന് കാണണം. അതുപോലെ പാത്രത്തെ കാണുമ്പോൾ പാത്രം എന്നത് വിട്ട് അത് ലോഹം എന്ന് കാണണം. ആഭരണത്തെ കാണുമ്പോൾ ആഭരണ നാമങ്ങളെ വിട്ട് സ്വർണം എന്ന് കാണണം. അതുപോലെ ബ്രഹ്മ അണ്ഡ ഓഘഃ, ബ്രഹ്മാണ്ടൗഘൗസ്തഥാത്മത എന്നല്ലേ പറഞ്ഞേ? അപ്പോ ബ്രഹ്മ അണ്ഡ ഓഘഃ, ബ്രഹ്മാണ്ടം, ഓഘം എന്ന് പറഞ്ഞാൽ കൂട്ടം, ഓഘം എന്ന് പറഞ്ഞാൽ കൂട്ടത്തിനാണ് ഓഘ എന്ന് പറയുക. ബ്രഹ്മാണ്ടം, ബ്രഹ്മാണ്ടം എന്നാൽ ജഗത്, ഒരു കൂട്ടമാണ്. അണ്ഡം എന്നതിന് മുട്ട എന്ന അർത്ഥം കൂടാതെ മുഴുവൻ എന്നൊരർത്ഥവും കൂടി സംസ്കൃതത്തിൽ പറയും. അണ്ഡം എന്നതിന് മുട്ട എന്ന് മാത്രമല്ല മുഴുവൻ, പൂർണ്ണമായത്, വലുത് എന്നൊക്കെ പറയും. അപ്പൊ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്നത്, എല്ലാം ഉള്ളത്.
തഥാ ആത്മത, ഈ ബ്രഹ്മം തന്നെ ലോകമായി പ്രകാശിക്കുന്നു. നേരത്തെ സ്ഫുരതി പറഞ്ഞത് ഇതറിയാൻ വേണ്ടിയിട്ടാ. ജലം ആയി കാണണം, ലോഹമായി കാണണം, ആഭരണങ്ങളെ സ്വർണമായി കാണണം. തഥാ ബ്രഹ്മ അണ്ഡ ഓഘ തഥാ ആത്മത, ഈ ബ്രഹ്മം തന്നെ ലോകമായി പ്രകാശിക്കുന്നു. ഇവിടെ ആത്മത എന്നുള്ളതിന് താൻ തന്നെയായി എന്നും കൂടെ ഒരു അർത്ഥം പറയുന്നുണ്ട്. ഞാൻ തന്നെ, ഈ ലോകം ഞാൻ തന്നെ, അതാണ് ആത്മത. അവിടെ പ്രത്യേകം അതിലൊന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെ ഈ ലോകമായി പ്രകാശിക്കുന്നു. ഒട്ടും എളുപ്പമല്ല മനസ്സിലാക്കാൻ, പക്ഷെ അതാണ് സത്യം. ഞാൻ തന്നെ ഈ ലോകമായി പ്രകാശിക്കുന്നു, ലോകത്തെ ഞാനായി കാണുന്നു. ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെ ഞാനായി കാണുന്നു, ഞാൻ തന്നെ എല്ലാം. അതൊക്കെ നടക്കുമോ? ഇല്ല, നടക്കില്ല. എങ്ങനെ നടക്കാത്ത? വ്യവഹാരത്തില് ഇതൊന്നും നടക്കില്ല. വ്യവഹാരത്തിലല്ല ഇതൊന്നും പറയുന്നത്. ഇത് നമ്മള് ഉള്ളിന്റെ ഉള്ളില് മനസ്സിലാക്കി, ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ വ്യവഹാരത്തിലല്ല, മനസ്സിൽ ഉറപ്പിച്ച് എല്ലാത്തിൻ്റെയും ആധാരമാണ് ബ്രഹ്മം. ആ ആധാരത്തിലാണ് ഇത് സർവവും. ആ ആധാരം തന്നെയാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടി, സ്ഥിതിയും സംഹാരവും. ഇവിടെ നിന്ന് ഉണ്ടാവുന്നു, അവിടെ നിലനിൽക്കുന്നു, അവിടെ തന്നെ ലയിക്കുന്നു. ഉള്ളതൊന്നു മാത്രം. ആ ഉള്ളത് തന്നെയാണ് ഞാൻ. ഞാൻ വേറെയല്ല, ലോകം വേറെയല്ല. ഇങ്ങനെ ചിന്തിച്ച് 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 വേണം അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിയാൻ. ഇപ്പൊ ലോകത്തെ ഞാനായി കാണണം, ഉള്ളില് മനസ്സിലതുണ്ടാകണം. അതിനാണ് ഗുരുനാഥൻ തത്വമസി എന്ന് പറഞ്ഞു തരുന്നത്. ഗുരുനാഥൻ ഇത് പറഞ്ഞു തരികയാണ് ചെയ്യുക. തത്വമസി ഗുരുനാഥൻ നമ്മളോട് പറയുന്നതാണ്. ആ പറയുന്ന സമയത്ത് അത്രയും നമുക്ക് അറിവാകുമ്പോഴാണ് ഗുരുനാഥൻ എന്ന് പറയുക. നമ്മളിങ്ങനെ ധാരാളം ഗുരുനാഥന്റെ അടുത്ത് പോയി ഒത്തിരി വർഷങ്ങൾ പഠിച്ച് അവസാനം ഉപനിഷത്തുകളൊക്കെ പഠിച്ച് ഗുരുനാഥന് മനസ്സിലാവും എന്ത്, നമ്മള് ആ ഒരു ജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന സമയം, അദ്ദേഹം അത് മനസ്സിലാക്കുന്ന സമയം പറയും, അത് ത്വം അസി, ഇതെല്ലാം നീ തന്നെയാണ്. അപ്പോ തിരിച്ചറിഞ്ഞ ശിഷ്യരെന്ത് പറയും? അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനെന്ന് സ്വയം തിരിച്ചറിഞ്ഞു. അത് ഗുരുനാഥൻ അറിയാം. അയാളുടെ ബിഹേവിയറും പെരുമാറ്റവും എല്ലാം കൊണ്ടും അറിയാൻ പറ്റും. അഹം ബ്രഹ്മാസ്മി എന്നുള്ള സ്റ്റേജിൽ അയാൾ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥ. അപ്പോ ശിഷ്യനോട് ഗുരു അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഒരു ഗുരു ശിഷ്യനോട് ഗുരു പറയാണ് അഹം ബ്രഹ്മാസ്മി, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് മനസ്സിലാകത്തില്ല അത്. അപ്പോ എന്താ ഉണ്ടാവുക? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോ അപ്പൊ മുമ്പിലിരിക്കുന്ന ശിഷ്യൻ ആരാ? മുമ്പിലിരിക്കുന്ന ശിഷ്യൻ ബ്രഹ്മമല്ല. അപ്പോ ഗുരു ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ മുമ്പിലിരിക്കുന്ന ശിഷ്യൻ വേറെ ഒന്നായിപ്പോയി. അപ്പൊ ഗുരു ഒരിക്കലും ശിഷ്യനോട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പാടില്ല. വലിയൊരു ഉപദേശമാണത്. ജ്ഞാനാവസ്ഥയിൽ പ്രവേശിച്ച ഒരു ഗുരു അവർ പറയില്ല കേട്ടോ. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പഠിക്കണം. ഗുരു അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഗുരു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അയാൾ ജ്ഞാനിയല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഗുരുവെ, നല്ല ഗുരുവിനെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോ കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്നടിക്കുന്നുണ്ടെങ്കിൽ റെഡിയാണ്, അയാൾ വിട്ടുപോകണം, അയാൾ ഗുരു അല്ല. അങ്ങനെ പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്ന ശിഷ്യൻ വേറെയാണ്. അപ്പൊ അവിടെ ദ്വൈതം വന്നു. ദ്വൈതം വന്നാൽ ഒരു ഗുരു അല്ല, നമുക്ക് ആവശ്യമുള്ള ഗുരു അല്ല. അപ്പോ ഗുരു എന്നും ശിഷ്യൻ എന്നും ആയിപ്പോവും. അങ്ങനെയല്ല. ശരിയായിട്ടുള്ള ഗുരു എന്ത് പറയും? തത് ത്വം അസി. അപ്പൊ നമ്മൾ സ്വയം മനസ്സിലാക്കും അഹം ബ്രഹ്മാസ്മി എന്ന് സ്വയം മനസ്സിലാക്കും. അപ്പൊ ഗുരു പറഞ്ഞ കാര്യം അത് തന്നെയാണ് എന്ന് പിടിക്കും.
സർവാത്മഭാവം ആഴ്ന്ന മനസ്സിൽ എല്ലാത്തിനെയും ഞാനായി മനസ്സിലാക്കലാണ്. എല്ലാം ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കലാണ്. അപ്പൊ അത് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയും. ഞാൻ എന്ന ആ ഞാൻ ഇതിന് ഒരിക്കലും നാശമില്ല. അതിൻ്റെ ഒരു ചെറിയ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ, കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ എന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ ഞാനുണ്ടല്ലോ. അതേസമയം എന്നിൽ മാറ്റങ്ങളെല്ലാം ഉണ്ടായല്ലോ. ഈ ശരീരത്തിൽ എല്ലാ മാറ്റങ്ങളും നടന്നു, കാണുന്ന പ്രപഞ്ചത്തിലും മാറ്റം നടന്നു, മറ്റുള്ളവരിലും മാറ്റം നടന്നു, മറ്റുള്ളവരുടെ ശരീരത്തിലും മാറ്റം നടന്നു, എല്ലായിടത്തിലും മാറ്റം നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അറിയുന്ന ഞാൻ തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ തന്നെ ആയിരിക്കുന്നു. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഞാൻ. അപ്പൊ മാറ്റമില്ലാത്ത ഞാൻ ഇവിടെ ഉണ്ട്. ഇതേപോലെയാണ് മുമ്പിൽ കാണുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ ഒരു ശക്തി മാറാതെ ഉണ്ട്. അപ്പൊ ആ ശക്തിയും ഞാനും ഒന്ന് തന്നെ. അതാണ് ജീവബ്രഹ്മ ഐക്യം. ഒരു ആധാരത്തിലാണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നത്, ഒരാധാരത്തിലാണ് ഇത് മുഴുവൻ നിലനിൽക്കുന്നത്, ആധാരത്തിലേക്കാണ് ഇത് മുഴുവൻ ലയിക്കുന്നത്. അപ്പൊ ഈ കാണുന്നതൊന്നും പൂർണ്ണമായിട്ടുള്ളതല്ല, അപൂർണമാണ്. ഇതൊന്നും നിലനിൽക്കില്ല എന്ന് സത്യമായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, അജ്ഞാനത്തിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാ. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതല്ലേ സംസ്കാരം, കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒന്നും പറയുകയും ചെയ്യും, ഇതൊന്നും ശാശ്വതമല്ല കേട്ടോ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഈ ശാശ്വതമല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീരണം. എന്ത് മനസ്സിലെ സംസാര ദുഃഖം അവിടെ തീരണം. മറ്റുള്ളവരോട് പറയുമല്ലോ, ഇതൊന്നും ശാശ്വതമല്ല, എല്ലാം മാറും, എല്ലാം ശരിയാവും. ഇതൊന്നും ശാശ്വതമല്ലല്ലോ. നമ്മൾ കുറച്ച് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പറയുമ്പോ ആ ഒറ്റ പറച്ചില് നമ്മുടെ സകല സംസാര ദുഃഖവും മാറിയിരിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോ ഇത്രയൊക്കെ പഠിച്ചല്ലോ അല്ലേ, നമ്മളെല്ലാവരും ഇത്രയും പഠിച്ചല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കുക, എനിക്ക് സംസാര ദുഃഖമുണ്ടോ? ഞാൻ ഇന്നിവിടെ വീട്ടിൽ സംസാരിച്ചൊരു കാര്യമാണ്. സംസാര ദുഃഖമുണ്ടോ? ഞാൻ വൈഫിനോടും പറഞ്ഞ ഒന്ന് ചിന്തിച്ചു നോക്കുക, സംസാര ദുഃഖം ഉണ്ടോ? ചിന്തിച്ചു നോക്കണ്ടേ? നമ്മൾ ഇത്രയും പഠിച്ചതല്ലേ. ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? നമ്മൾ പഠിച്ചതിന്റെ പ്രയോജനം ചെയ്തു തുടങ്ങിയില്ല എന്നർത്ഥം. ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ പോയി, സംഗതി തീർന്നു. അപ്പൊ വീണ്ടും നമ്മൾ എവിടെയാണ് നിൽക്കണേ? വെറും സാധാരണ ജനങ്ങളിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. ഇത്രയും നാള് പഠിച്ചു, തത്വബോധം പഠിച്ചു, വിവേക ചൂടാമണി പഠിച്ചു, 3-4 ഉപനിഷത്തുകൾ പഠിച്ചു, അപരോക്ഷാനുഭൂതി ഇത്രയും വരെ പഠിച്ചു. ഇപ്പോഴും നമ്മൾ സംസാര ദുഃഖം എനിക്കുണ്ട് എന്ന് സ്വയം വിചാരിച്ചാൽ നമ്മൾ ഒട്ടും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ആ വാക്കിനി നമുക്കില്ല. സംസാര ദുഃഖം എന്നൊരു സംഭവം നമ്മൾക്കിന്നില്ല. ഉണ്ടെങ്കിൽ പറിച്ചെറിഞ്ഞേക്കണം. അല്ലാത്ത ഒരു ശകലം പോലും മനസ്സിൽ നിൽക്കാൻ പാടില്ല. അപ്പോ സർവാത്മഭാവം ആഴ്ന്ന മനസ്സിൽ എല്ലാത്തിനെയും ഞാനായി മനസ്സിലാക്കലാണ് എന്നാണ് ഈ ശ്ലോകത്തില് സാരമായിട്ട് വന്നത്. വീണ്ടും ജഗത് മിഥ്യ, അതിലേക്ക് ആചാര്യർ വരും. ഇപ്പൊ മിഥ്യെന്ന് എന്ത് വന്നു? അപ്പൊ മിഥ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല ഇപ്പൊ ചെയ്തേ. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. മിഥ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല ചെയ്തേ. എന്താ ചെയ്തേ? എല്ലാം ആത്മാ തന്നെ എന്ന് പറഞ്ഞുറപ്പിക്കുക ചെയ്തേ. ഇല്ല എന്നല്ല പറഞ്ഞേ, ഉണ്ട്, ഇതെല്ലാം ആത്മാ തന്നെ. രണ്ട് ആംഗിളാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തള്ളിക്കളയുന്ന ഒരു ആംഗിള്, ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്നതിനെ മുഴുവൻ കാണുന്ന, മനസ്സിൽ എടുക്കുന്ന, മനസ്സിന്റെ ഉള്ളില് ഇതെല്ലാം ബ്രഹ്മമാണ് എന്നെടുക്കുന്ന ഒരവസ്ഥ. ഏതായിരിക്കും കൂടുതൽ നല്ലത്? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ നല്ലത് ഏതാ? കൂടുതൽ നല്ലത് സർവാത്മഭാവമാണ്. മിഥ്യ എന്നുള്ളത് എടുക്കാൻ എളുപ്പമല്ല. സർവാത്മഭാവം നമുക്ക് വളർത്തിക്കൊണ്ടുവരാം, ബുദ്ധിമുട്ടൊന്നുമില്ല. വളർത്തിക്കൊണ്ടുവരാം, പതുക്കെ വളർത്തിക്കൊണ്ടുവരാം. നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് സർവാത്മഭാവം. ചില സ്ഥലങ്ങളിൽ ചെയ്യുന്ന, ചില വയ്യാത്ത ആൾക്കാരെ സഹായിക്കുമ്പോഴും, കുഞ്ഞുങ്ങളോട് പെരുമാറുമ്പോഴും, പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന, അങ്ങനെ അതിനൊക്കെ ഭക്ഷണം കൊടുക്കുകയോ, വയ്യാത്ത ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുകയോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചൊരു സർവാത്മഭാവം വരുന്നത്. എല്ലാം ഈശ്വരന് തന്നെയല്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവല്ലേ.
അപ്പോ അതിൻ്റെ ഉള്ളിലും ഒരു ആത്മാ എന്നൊരു കണക്കിലേക്ക് വരുന്നുണ്ട്. ആ ആത്മാവും എൻ്റെ ഉള്ളിലുള്ള ആത്മാവും ഒന്നാണെന്നുള്ള നിലയിലേക്ക് വരാനാണ് പ്രശ്നം. സാരല്ല, അത് വന്നോളൂ, വഴിയേ വന്നോളൂ. ആദ്യം വരുന്നില്ല, പക്ഷെ വഴിയേ വരും. അതേമാതിരി ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ, ഏറ്റവും വലിയ മണ്ടത്തരം. അത് നമ്മൾ ഇപ്പൊ എടുത്ത് കളയണം നമ്മുടെ ഉള്ളിൽ. ആത്മാവ് നിത്യശാന്തിയാണ്, അതിന് വേറെ ഒന്നും വരുന്ന നമ്മൾ കൊടുക്കൊന്നും വേണ്ട. ആത്മാ എപ്പോഴും ശാന്തൻ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വയം ആത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ ഇത്രയും പഠിച്ചപ്പോ തന്നെ സംസാര ദുഃഖത്തെ മനസ്സിൽ നിന്ന് കളഞ്ഞിരിക്കണം. സംസാര ദുഃഖം മനസ്സിൽ നിന്ന് പോയാൽ എനിക്കിപ്പോ ഒരു ദുഃഖവുമില്ല എന്ന് വന്നാൽ എന്തായി? പിന്നെ അവിടെ ശാന്തിയായി. ദുഃഖമില്ലെങ്കിൽ ഒരു ശാന്തിയല്ലേ? അതൃപ്തി ഇല്ലാവാൻ പാടില്ല. അതൃപ്തനായൊരു മനസ്സ് പാടില്ല. തൃപ്തമായിരിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തമായിരിക്കണം. എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തമായിരിക്കണം. അപ്പൊ നമ്മൾ ഇത്രയും പഠിക്കുമ്പോ ഇങ്ങനെ ചില കാര്യങ്ങൾ സ്വന്തം പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരുവിധം എല്ലാവരും കുറച്ച് ഏജ് ഉള്ളവരൊക്കെ ആയിരിക്കും, തീർത്തും ചെറുപ്പക്കാരായിരിക്കില്ല ആരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ നമ്മൾ ജീവിതത്തെ കണ്ടവരാണ്, അനുഭവസ്ഥരാണ്, അല്ലേ? അനുഭവം സത്യമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പയറ്റി തെളിഞ്ഞു വന്നവരാ. ഇപ്പോഴാണ് പറയണത് അനുഭവം സത്യമല്ല എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നു. സ്വപ്നം പോലെ ഇതും ഒരു സ്വപ്നമാണ്, ഇതിൽ നിന്ന് ഉണരൂ എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞു. വിവേകാനന്ദ സ്വാമി എന്താ പറഞ്ഞ? ഇതിൽ നിന്ന് ഉണരാൻ. അതെ, അപ്പോ ഇതിൽ നിന്ന് ഉണരുക എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനമാണ്. ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം എന്നത് വന്നാൽ നമ്മൾ ഇതിപ്പോ ഈ ഇരിക്കുന്ന അവസ്ഥ സ്വപ്നാവസ്ഥയാണെന്ന് മനസ്സിലാവും, ഇതൊന്നും സത്യമല്ലെന്ന് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ എന്തെങ്കിലും ദുഃഖം 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 എന്ന് മനസ്സിലൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയണം. സർവവും ബ്രഹ്മമാണ്, ഞാൻ തന്നെയാണ്, വേറൊന്നും ഇവിടെ ഇല്ല. അദ്വൈതമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. രണ്ടൊന്നൊന്നില്ല, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ദുഃഖം എന്നൊരു സംഭവം എൻ്റെ മനസ്സിൽ പാടില്ല എന്ന് ഉറപ്പിച്ച് ഇനി മുന്നോട്ട് പഠിക്കണം. അപ്പോ സർവാത്മഭാവത്തിൽ കൂടെ പഠിക്കണം. സ്വല്പം സർവാത്മഭാവം, അതായത് വീണ്ടും ആചാര്യസ്വാമി ജഗത് മിഥ്യയിലേക്ക് പോകും. അതെപ്പോഴാണെന്നറിയാമോ? ഇപ്പൊ ഇത്ര നേരം സർവാത്മഭാവത്തിന്റെ ഗുണങ്ങളെ പറഞ്ഞു നമ്മള്. ഇനി ചെറിയൊരു പ്രശ്നം അവിടെ പറയും. അതായത് സർവാത്മഭാവം വരുമ്പോ വേറൊരാള് അറിയാതെ നമ്മുടെ കൂടെ കൂടും. ആരാന്നറിയാവോ? ചെറിയൊരു അറ്റാച്ച്മെന്റ് കയറി വരും. അപ്പോ ഉടനെ എന്ത് ചെയ്യണം? സർവാത്മഭാവം വരുമ്പോ അറ്റാച്ച്മെന്റ് വരും, ഉറപ്പാണ്. നമ്മുടെ ഉള്ളിൽ അറ്റാച്ച്മെന്റ് വരും. എന്താ? എല്ലാം ആത്മാവല്ലേ, അപ്പൊ എനിക്ക് അതിനോട് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ഒരു താല്പര്യം കാണുമല്ലോ. എല്ലാം ആത്മാവല്ലേ, അപ്പൊ എനിക്ക് താല്പര്യം കാണുമല്ലോ. അപ്പൊ എന്തായി? താല്പര്യം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ആയി. എനിക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ആയി, ഏതിനോടും ഒരു അറ്റാച്ച്മെന്റ് ആയി. എല്ലാം ആത്മാവല്ലേ എന്നൊരു അറ്റാച്ച്മെന്റ് വന്നാൽ അതും അറ്റാച്ച്മെന്റ് തന്നെയാണ്. അപ്പോ അറ്റാച്ച്മെന്റ് വരുമ്പോ എന്തുകൊണ്ടാണ് ഉടനെ ഇതെല്ലാം മിഥ്യയാണെന്ന് തോന്നണം? ഇതാണ് കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു പരിപാടി. സർവാത്മഭാവം വന്ന് ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞ് അറ്റാച്ച്മെന്റ് ആയിട്ട് മാറിയാൽ സർവാത്മഭാവമാകാം. അത് അറ്റാച്ച്മെന്റ് ആയിട്ട് എപ്പോൾ മാറുന്നു എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ അതിനെ മിഥ്യാത്വത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മിഥ്യാത്വം വരുമ്പോ ഒരു പ്രശ്നം എന്താ? വെറുപ്പ് വരും. മിഥ്യാത്വം വരുമ്പോ നമ്മൾ അറിയാതെ ചില കാര്യങ്ങളിലൂടെ വെറുപ്പാവും. ആചാര്യസ്വാമി ഭയങ്കര അത് പറയാൻ എന്താ പറയുക, ഇനി ഇതിലും വലിയൊരു സൈക്കോളജിസ്റ്റ് ഒന്നും ഇല്ല. ആചാര്യസ്വാമിക്ക് നന്നായിട്ട് അറിയാം മനുഷ്യ മനസ്സ് എവിടെയൊക്കെ കിടന്ന് പടക്കെ, എവിടെയൊക്കെ അവൻ വഴിമാറി പോകുന്നറിയാം. അപ്പൊ അവൻ ഇത്രയും ഗഹനമായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സർവാത്മഭാവം എല്ലാം പറഞ്ഞു വരുമ്പോ സർവവും ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെ അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ടോ? ഫോം ചെയ്യുമെന്നാ പറയണേ. നമ്മളറിയാതെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അത്ര അവിടെ പലതിനോടും സർവാത്മഭാവം വരുമ്പോ. അപ്പൊ മിഥ്യാത്വത്തെ കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പൊ മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് പോയി. അപ്പൊ മിഥ്യയാണെന്ന് പറഞ്ഞു വരുമ്പോ എന്തുണ്ടോ? വേറൊരാൾ വരും. എന്താണ്? വെറുപ്പ്. ഇതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞൊരു വെറുപ്പ്. എല്ലാത്തിനെയും മാറ്റി നിർത്തുക, ഒരു വെറുപ്പോട് കൂടി മാറ്റി നിർത്തുക. അപ്പൊ എന്താ ആചാര്യസ്വാമി പറയണേ? ഇല്ല, ഉടനെ തിരിച്ചു പോകൂ. എന്തിന്? സർവാത്മഭാവത്തിലേക്ക് തിരിച്ചു പോകൂ. ഇങ്ങനെ ഇതിന് രണ്ടിനെയും അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കാൻ മിഥ്യാത്വത്തിനെയും
വെറുപ്പുണ്ടാകാതിരിക്കാൻ സർവാത്മഭാവത്തെയും ഉപയോഗിച്ച് മനസ്സിനെ വേണ്ട രീതിയിൽ നിലയ്ക്ക് അവനവന്റെ കൺട്രോളിൽ നിർത്തണം. അതാണ് പറഞ്ഞു വന്ന കാര്യം. അപ്പൊ എത്ര ശക്തമാണ് ആ മനസ്സ്, എത്ര വഴിക്കത് പോകും, എങ്ങനെ അതിനെ നിർത്തണമെന്ന് ആണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. നമുക്ക് അടുത്ത ദിവസം നോക്കാം ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ. ഇതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കും ആചാര്യസ്വാമികള്. നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമുക്കിത് മനസ്സിലാകാനായിട്ട്. നല്ല കോംപ്ലിക്കേഷനാണ്, ശരിയായിട്ടുള്ള കോംപ്ലിക്കേഷനിലാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. എന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത്രയും വരെ മുന്നോട്ട് വരാൻ നമുക്ക് സാധിച്ചല്ലോ. ഇനി ഇതൊരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷന്റെ ലെവലിലാണ് നമ്മൾ നിൽക്കണേ. കുറേശ്ശെ ആയിട്ട് നോക്കാം. പിന്നെ ഒരു തീരുമാനം എടുക്കുക. സംസാര ദുഃഖം എനിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. ഉള്ളിന്റെ ഉള്ളില് ഒരു ദുഃഖവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. മിനിമം അതെങ്കിലും നമ്മുടെ ഉള്ളിൽ നിൽക്കട്ടെ, ഒരു ദുഃഖവും എനിക്കില്ല. അപ്പൊ തന്നെ ഒരു നല്ല ശതമാനം വിജയമായി എന്നുള്ളതാണ് ഉറപ്പാണ്. ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും, ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് കിട്ടും. അനുഭവിച്ചറിയാം അത്. ഒരു ദുഃഖവും ഇല്ല എന്നൊന്ന് ചിന്തിച്ചിരിക്കൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ദുഃഖമല്ലാതെ അത് വെറും ഈ പറഞ്ഞ അതിനെ ഒന്നിലെ സർവാത്മഭാവത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ മായ എന്നുള്ള നിലയ്ക്ക്, മിഥ്യ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരിക. ആ ദുഃഖത്തെ അങ്ങനെ നീക്കിയിട്ട് ശാശ്വതമല്ല എന്നും കൊണ്ടുവരിക, സത്യമല്ല എന്നും കൊണ്ടുവരിക. അനുഭവം സത്യമാണല്ലോ എന്ന് വിശ്വസിക്കാതിരിക്കുക. സ്വപ്നത്തിലെ അനുഭവം സത്യമല്ല, ജാഗ്രത്തിലെ അനുഭവം സ്വപ്നത്തിൽ സത്യമല്ല, സ്വപ്നത്തിലെ അനുഭവം ജാഗ്രത്തിൽ സത്യമല്ല. ഇങ്ങനെയൊക്കെ ഈ പഠിച്ചത് മുഴുവൻ ഉപയോഗിക്കണം. ഈ പഠിച്ചത് വെറുതെ വായിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല. ഇത് മുഴുവൻ ഉപയോഗിച്ചാലേ അപരോക്ഷ അനുഭൂതി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. സായിരാം. താങ്ക് യു സർ. സായിരാം സർ. സായിരാം സർ. രാം. സായിരാം സർ. സായിരാം സർ. സായിരാം. സായിരാം.